നമസ്കാരം, സലീം കാസിമാണ്. ഇപ്പൊ നമ്മൾ ഈ കാർ എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന പോലുള്ള ഒരു അവസ്ഥയാണ്. കാരണം ചില ആളുകളൊക്കെ ഈ ടൂ വീലറൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാണ്ടിലോറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. കാരണം ഈ റോഡിന്റെ നടുക്കൂടെ ഇങ്ങനെ അഴിഞ്ഞു കുഴഞ്ഞ് എന്താ പറയാ ഒരു ഇതില്ലാത്ത രീതിയിലാണ് പോവുക. മാത്രമല്ല ഈ പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ ഇവന്മാർ കയറി വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല വണ്ടിക്കാരും റോഡിൽ മറ്റു വാഹനങ്ങൾ പോകുന്നുണ്ടല്ലോ എന്നുള്ളതൊന്നും നോക്കാതെ പാഞ്ഞൊരു കയറലാണ്. പലപ്പോഴും അപകടങ്ങളിലേക്ക് ഇതാവുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചില ആളുകൾ ഇത്തരത്തിൽ അശ്രദ്ധമായിട്ട് കെയർലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാരണമാണ്. അപ്പൊ ഈ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആരെങ്കിലും മനഃപൂർവ്വം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരാൾ ശ്രദ്ധ ഇല്ലാതെ വന്ന് കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കാറിൽ പോകാന്ന് വിചാരിക്കാം. കാറിൽ പോകുന്ന സമയത്ത് ഒരു ടൂ വീലറുകാരൻ നേരെ വന്നിട്ട് നമ്മളിങ്ങോട്ട് വന്ന് കുത്തിച്ചു കഴിഞ്ഞാലും ആളുകൾ കൂടുന്ന സമയത്ത് കുറ്റം നമുക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം റോഡിലൂടെ ഒക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇതിലെങ്ങനെയൊക്കെ ആരൊക്കെയാണ് വന്നിട്ട് കയറുന്നത്, നമ്മളെത്ര ശ്രദ്ധിച്ച് പോയിട്ട് കാര്യമില്ല. ചില ആളുകൾ വന്നിട്ട് നമ്മളെ നെഞ്ചത്തേക്ക് കയറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ആൾക്കാർ കൂടുന്ന സമയത്ത് ഇവർക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇവർ പലപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, ചില ആളുകൾ വിശ്വസിക്കില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റാണ് പോയത് എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണിത്. കേട്ടില്ലേ, ഇത് ഹീറോൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ, ക്യൂബോ എന്ന് പറഞ്ഞിട്ടുള്ള. കണ്ടില്ലേ, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആപ്പ് ഉണ്ട് കേട്ടോ, ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ആപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചാർജിങ് പോയിൻ്റ് അതാപ്പ്. പിന്നെ അതുപോലെ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമറ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ എന്താണുള്ളത്, മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ ഇത്രയും ലോങ്ങുള്ളൊരു കേബിളാണ് വരുന്നത്. ഇതെന്താണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല. ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ QR ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇതാണ്. ഇതാണ് ആപ്പ്. അപ്പോൾ ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഇത് അലോ കൊടുത്തു. ഇതാണ് ടാപ്പ്, അലോ യൂസിങ് ദ ആപ്പ്. അപ്പോൾ നമ്മൾ ക്യൂബോ ഡാഷ് ക്യാം ഇതിൽ സെലക്ട് ചെയ്തു. ഓക്കെ, ലൊക്കേഷൻ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈസ് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക്. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ് ലൈറ്റ്. Cubo dashcam is ready for setup. Follow the instruction from Cubo app. നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. യെസ്, പാസ്വേഡ് എടുക്കണം. അപ്പോൾ പാസ്വേഡിൻ്റെ അകത്ത് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. വേണ്ട.
അപ്പോൾ നമ്മളൊരു പാസ്വേഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണക്റ്റിംഗ് ടു ഡിവൈസ്, കണക്ഷൻ സക്സസ്ഫുൾ, കണ്ടിന്യൂ. Cubo dash cam is ready for use now. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ഫോർ യൂസ് ആയിട്ടുണ്ട്. SD card not inserted. SD card not inserted. സൗണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഫ്രണ്ടിലൂടെ ഒരു വണ്ടിക്കാരൻ പോണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ SD കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. SD കാർഡും കൂടെ ഇൻസേർട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു CCTV പോലെ നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ SD കാർഡ് നമ്മൾ ഇടും കേട്ടോ, വൈകാതെ നമ്മൾ SD കാർഡ് ഇടും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡാഷ് ക്യാമറ ആയിട്ട് മാത്രമല്ല, നമുക്ക് വണ്ടി പാർക്കിങ് ഇതുമായിട്ടും വെക്കാം. അതായത് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടിയിലേക്ക് ആരെങ്കിലും വരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടും. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഈ ഒരു ഡിവൈസിനെ കൊണ്ട്. അപ്പോൾ എന്തെന്നെ കഴിഞ്ഞാലും ആളുകൾ ഇതുപോലൊരു ഡിവൈസ് നമ്മളൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ SD കാർഡ് ഇട്ടോളാം, വല്ലാത്തൊരു ഇടങ്ങേറ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടേതല്ലാത്ത പിഴവ് കൊണ്ട് മറ്റാരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് ഇടിച്ചതിന് ശേഷം അവർ നമ്മളെടുത്തിട്ട് വന്നിട്ട് തർക്കിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രൂഫ് കറക്റ്റ് നമ്മുടെ ഫോണിലെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഡിവൈസുകളുടെ ഉപയോഗമുള്ളത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഏകദേശം 3700 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ള പ്രൈസ്. അപ്പോൾ ഇതിലും കുറഞ്ഞ പ്രൈസിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്, ഇതിലും കൂടിയ പ്രൈസിൻ്റെ ഉണ്ട്. 15000, 20000, 30000 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ഹീറോൻ്റെ പ്രോഡക്റ്റാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ക്യാമറയ്ക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറയുടെ പകൽ സമയത്തുള്ള ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ നമ്പറുകളൊക്കെ ഏകദേശം അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് രാത്രിയിലുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്പർ ബോർഡ് നമുക്ക് ലൈറ്റ് അടിക്കുന്ന പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അടുത്തൊക്കെ ഉള്ള വണ്ടിയെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നു വിചാരിക്കുക. നമ്പർ ബോർഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് മഴക്കാലമായതുകൊണ്ട് മഴ നനഞ്ഞിട്ട് നമ്പർ ബോർഡിൻ്റെ മുകളിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് കാണാതാവുന്നതെന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. മഴയില്ലാത്ത സമയത്ത് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്താലേ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവമുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ വയറൊക്കെ ഒന്ന് ഉള്ളോട്ടേക്ക് ആക്കാനുണ്ട്. വയറ് നമ്മൾ